വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിമിങ്ങിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബൈക്ക് ഗെയിമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കളിച്ച് നോക്കാം, നമുക്ക് എത്ര പെട്ടെന്ന് എവിടേക്ക് എത്താൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി കളിക്കാം ഗൈസ്. കുട്ടപ്പനാണ് കളിക്കുന്നത് ഗൈസ്. കുട്ടപ്പൻ, ഇതാണ് നമ്മുടെ കുട്ടപ്പൻ. ഇവൻ്റെ പേര് നമുക്ക് കുട്ടപ്പൻ എന്നിടാം കേട്ടോ. ഇവൻ തല മുട്ടിക്കഴിഞ്ഞാൽ അപ്പം മരിക്കുന്ന ഒരു കുട്ടപ്പനാണ് ഈ കുട്ടപ്പൻ. അപ്പോൾ കുട്ടപ്പനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടപ്പൻ ഒരു കുട്ടപ്പനാണ്. കുട്ടപ്പൻ്റെ ഒരു കുട്ടപ്പൻ കാര്യമാണ് ഈ ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത്. ബൈക്ക് ഓടിച്ച് അവസാനം തല പൊട്ടി ഡോക്ടർ നന്നാക്കി ഇപ്പോൾ പറയുന്നത് ഡോക്ടർ പറയും ചെക്ക് പോയിന്റ് നമ്മളങ്ങനെ ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ഇന്ന് തൊട്ട് നീ ഇങ്ങോട്ട് നിൻ്റെ തല ഞാൻ തന്നെ അടിച്ചു പൊട്ടിക്കുമെന്നാണ്. അപ്പോൾ ഡോക്ടറിനോട് നമുക്ക് നന്ദി പറയാം, കാരണം ഇത്രയും നാൾ നമ്മളെ നോക്കിയതും പരിചയിച്ചതും ഒക്കെ നമ്മുടെ ആ ഡോക്ടറാണല്ലോ. അതുകൊണ്ട് ആ ഡോക്ടറിനോട് എനിക്ക് ഭയങ്കര നന്ദിയാണ്. അങ്ങനെ പിന്നെയും തല പൊട്ടിയിട്ടുണ്ട്. ഒന്ന് മുട്ടിയാൽ മതി ഗൈസ്, മരിക്കും. നല്ല ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, എന്നാലും നമ്മൾ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ മരിക്കും. അങ്ങനെയാണ് നമ്മുടെ കുട്ടപ്പൻ്റെ കുട്ടിത്തരങ്ങൾ അങ്ങനെയാണ് ഗൈസ്. ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്ന ഒരു കുട്ടപ്പനാണ് നമുക്കുള്ളത്. കണ്ടോ ഹെൽമെറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ, പിന്നെ എനിക്ക് തന്നെ കിട്ടുമില്ല. അങ്ങനെ നമ്മുടെ കുട്ടപ്പൻ്റെ ബൈക്കും കൊണ്ട് കുട്ടപ്പൻ കാണിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ണാപ്പിത്തരം കാണിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടപ്പൻ ഒന്നുകൂടെ ചത്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോയിന്റ് ഇതാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ സ്പോണാവും. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി സ്പോണായിട്ട് അവസാനം പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കുട്ടപ്പനെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നതും കുട്ടപ്പനോട് പറയുന്നതും ഒക്കെ. ഓ ചാവല്ലേ കുട്ടപ്പനല്ലേടാ കുട്ടപ്പൻ അങ്ങനെ ചത്തിരിക്കുന്നു ഗായ്സ്. കുട്ടപ്പൻ തരങ്ങളോടെ നമ്മൾ നടത്തുകയാണ്. കുട്ടപ്പൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കുട്ടപ്പ? അയ്യോ, നീനക്ക് ഊമയാണല്ലേ. തല പൊട്ടി അവസാനം അവൻ്റെ ഊമയും ആയിട്ടുണ്ട്. അവൻ പിന്നെയും തലമുട്ടിയിട്ടുണ്ട്. പല കുട്ടത്തരങ്ങളാണ് കുട്ടപ്പൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ബൈക്ക് ഓടിച്ച് കുട്ടപ്പൻ്റെ ചെവി കേടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടപ്പൻ നമുക്ക് പറയുന്നതിനൊന്നും റിപ്ലൈ തരാത്തത്. അതുകൊണ്ട് കുട്ടപ്പൻ്റെ കുട്ടപ്പത്രങ്ങളുമായി ഇനി നമ്മൾ വരുന്നതായിരിക്കും. കുട്ടപ്പൻ എങ്ങനെയുണ്ട് കുട്ടപ്പ? നിനക്ക് സുഖമാണോ? അല്ലടി പെണ്ണെ, നിന്റെ നടക്കൂലോ കുട്ടപ്പൻ. നീ ഊമയല്ലായിരുന്നാടാ? ഞാൻ ഊമ തനിക്കാ. നിന്റെ സംസാരം കേട്ട് ഊമയൊക്കെ പമ്പാണ്. കുട്ടപ്പൻ്റെ കുട്ടപ്പത്രങ്ങളുമായി ഞാൻ വരുന്നുണ്ട്. കുട്ടപ്പൻ അങ്ങനെ ജയിച്ചിരിക്കുന്നു ഗായ്സ്. പിന്നെ നീ എന്താണ് കരുതി ഞാൻ തോക്കുവന്നാ? അല്ല, പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഞാനിപ്പോൾ ചത്തോണ്ടിരിക്കുക. അയാളുടെ ഒരു ഗെയിമുണ്ട്. ഓക്കെ. കുട്ടപ്പൻ്റെ കുട്ടപ്പത്രങ്ങളുമായി ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. നിക്കടി അവിടെ, അവളുടെ പോക്കല് എന്നെ കൊന്നു പട്ടിക്കിട്ട് കൊടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാടി? വെറുതെ ഓരോ കുട്ടപ്പത്രങ്ങൾ വന്നുകൊണ്ടുവന്നോളൂ. അവളുടെ കുട്ടപ്പത്രം ചെക്ക്. അങ്ങനെ ഗായ്സ് കുട്ടപ്പൻ്റെ ചെക്ക് പോയിന്റും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുട്ടപ്പൻ മരിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കുട്ടപ്പൻ മരിച്ചില്ല, നിനക്ക് എന്താണടി? എപ്പോൾ നോക്കിയാലും കുട്ടപ്പൻ മരിക്കില്ല. പിന്നെ നമ്മൾ കുട്ടപ്പൻ ചെക്ക് പോയിന്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെക്ക് പോയിന്റ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അമ്മേ, ഞാൻ ജയിക്കാനായിട്ട് പണ്ടാരം. നീ ഊമയല്ലായിരുന്നോടാ കുട്ടപ്പ? നീ എങ്ങനെയാടാ ജയിച്ചത്, സംസാരിച്ചത്? എനിക്ക് സംസാരിക്കാൻ, നിനക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. നിന്റെ പൊട്ട വാക്കുകളും കേട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മിണ്ടായിരിക്കണം എന്നാണ് നീ പറയണേ. അങ്ങനെ മിണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അങ്ങനെ മിണ്ടായിരിക്കുന്നേ, നിന്നെ വേറെ ആളോടും പോയി പറ. എന്നെ കുറിച്ച് നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ല പിന്നെ എന്താണ് കുട്ടപ്പ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ പറയുന്ന ചോദ്യത്തിനൊക്കെ ആൻസർ പറയൂ. ഓക്കെ, ഞാൻ പറയാം, നീ പറ. കുട്ടപ്പ, നിങ്ങൾ എങ്ങനെയാണ് ഈ ബൈക്ക് റൈഡിങ്ങിലോട്ട് എത്തിയത്? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനൊരു കണ്ണാപ്പിയായിരുന്നു കേട്ടോ പണ്ട് മൂടും പൊക്കിയിട്ട് ഞാനിങ്ങനെ പെണ്ണുങ്ങളൊക്കെ ആക്കി നടക്കുമായിരുന്നു, കണ്ണാപ്പിത്തരം കാണിച്ചിട്ട്. അങ്ങനെ പിന്നെ എനിക്കൊരു കണ്ണാപ്പി സെറ്റായി. എല്ലാവരും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ എനിക്കൊരു കണ്ണാപ്പി സെറ്റായി. കാന്താരി സെറ്റായി. കണ്ണപ്പൻ്റെ കാന്താരി ആയിരുന്നു
പറയാറ്. അപ്പം ഞാനും എൻ്റെ അവളും കൂടെ മൂടും പൊക്കി അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണാപ്പി എൻ്റെ കാന്താരി എന്താ ചെയ്തതെന്നറിയോ? ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കിട്ടിയപ്പോൾ അവനപ്പം പോയി. എൻ്റെ ദൈവമേ, അപ്പോഴെനിക്കുണ്ടായ വിഷമം. അപ്പം തന്നെ ഞാൻ ഓർത്തു എനിക്കിതുപോലെ ഏതെങ്കിലും ഒരു ജോലി വന്നിട്ട് അവൾ എന്നെ കിട്ടാത്തതിൽ വിഷമിക്കണമെന്ന്. എന്നിട്ട് അവൾ വിഷമിക്കുന്നുണ്ടോ? വിഷമിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നിങ്ങൾ ബാക്കി പറയൂ കണ്ണാപ്പി അല്ലെങ്കിൽ കുട്ടപ്പ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ TV ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സെലിബ്രിറ്റിയാന്നൊക്കെ എനിക്കറിയാം. നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ആ അപ്പുറത്തെ കുട്ടപ്പൻ്റെ ആശുപത്രിയിലെ ഏറ്റവും കൂടുതൽ വില ആക്കിയിട്ട് കൊടുക്കുന്ന ആൾക്കാർ. എത്രങ്ങാനും ലാഭം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നിങ്ങൾ എന്നും ഓരോ തലപൊട്ടൽ കാലുപൊട്ടൽ. അത് ഉണ്ടാകും, ബൈക്ക് റൈഡുകാരല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ അടുത്തൊരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കാൻ മറന്നുപോയി കുട്ടപ്പ. എന്താണ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ടത്? പറയാൻ സെലിബ്രിറ്റി ആയിപ്പോയി. സെലിബ്രിറ്റി ഓക്കെ, ഞാൻ ചോദിക്കാം. നിങ്ങളുടെ ഹെൽമെറ്റിൻ്റെ രഹസ്യം എന്താണ്? ഭയങ്കര അടിപൊളി സ്ട്രോങ് ഹെൽമെറ്റാണ്. അവിടെ ഇവിടെ ഒന്നും തട്ടിയിട്ട് മുട്ടിയിട്ട് ഒന്നും പൊട്ടാത്തൊരു ഹെൽമെറ്റാണ്. അത് പറഞ്ഞപ്പോഴാ എനിക്ക് എൻ്റെ ഹെൽമെറ്റോട് ഭയങ്കര സീക്രട്ട് ഉണ്ട്. ഈ ഹെൽമെറ്റിന് ഏകദേശം TV ഷോയിലൊന്നും വരാൻ അധികം മനസ്സില്ല. ഈ ഒരു കളിയും കൂടെ കഴിഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കൂ. ഞാൻ ചോദിച്ചില്ലേ നിങ്ങളുടെ ഹെൽമെറ്റിൻ്റെ രഹസ്യം എന്താണ് കുട്ടപ്പ? എൻ്റെ ഹെൽമെറ്റിൻ്റെ രഹസ്യമോ? എൻ്റെ ഹെൽമെറ്റിന് ഭയങ്കര രഹസ്യമാണ്. എൻ്റെ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ഹെൽമെറ്റാണ്. ഏകദേശം 20 വർഷത്തോളം പഴക്കമുണ്ട്. എൻ്റെ അപ്പൂപ്പന്മാർ തൊട്ട് എൻ്റെ അച്ഛൻ വരെ ഒരു കണ്ണാപ്പിയായിരുന്നു. അങ്ങനെ കണ്ണാപ്പിയായി ഞങ്ങളുടെ പാരമ്പര്യമാണ് ഈ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഓടിക്കുക എന്ന് പറയുന്നത്. എത്ര വട്ടം ഈ ഒരു ഹെൽമെറ്റ് നിങ്ങൾ പൊട്ടിയിട്ടുണ്ട്? അതിന് കയ്യും കണക്കൊന്നുമില്ലെന്നേ. എൻ്റെ ഹെൽമെറ്റ് ഏകദേശം 1 ബില്യൺസ് അത്രയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. അത്രേ പൊട്ടിയിട്ടുള്ളൂ. ഓ മൈ ഗോഡ്, വലിയ ഇമ്പോസിബിൾ ആയിരിക്കുന്നു. ഓക്കെ, എന്നാൽ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവർ ഗവൺമെൻറ് ജോലിക്കാരനായി ഇങ്ങനെ ചേച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇപ്പം നിങ്ങളുടെ വിജയം കണ്ടിട്ട് അവർ അസൂയപ്പെടുന്നുണ്ടോ? എവിടെന്ന് എന്തോന്ന് എൻ്റെ ദൈവമേ, അവളിപ്പോൾ എനിക്ക് തീർന്നധികം ക്യാഷൊന്നും കിട്ടാത്തതുകൊണ്ട് അവളെന്നെ വിളിച്ച് പറഞ്ഞു ഈ മണ്ടൻ്റെ അപ്പം ഒന്നും പോയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മുടിഞ്ഞു പോയേനേന്ന്. എൻ്റെ ദൈവമേ, അങ്ങനെ പറഞ്ഞു അവൾ. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്താ? കുറെ നേരെ അവളുടെ തുടങ്ങിയിട്ട് ഇതും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ ചാട അല്ല. പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നിന്നെ കുറിച്ച് തന്നെ. പിന്നെ നിന്റെ അപ്പാപ്പനെ കുറിച്ച് പറയാൻ പറ്റുമോടി? നൈസായിട്ട് അപ്പൂപ്പനെ ഒന്നും വിളിക്കാൻ പാടില്ല കേട്ടോ, ഇതൊരു TV ഷോയാണ്. അമ്മേ, അയ്യോ രക്ഷപ്പെട്ട എൻ്റെ ഒരു അമ്പ്. എനിക്ക് ഇന്റർവ്യൂ ഒക്കെ മതി. കുറെ നേരെ അവളുടെ ഇന്റർവ്യൂ മതി. ഇത്